എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മളുടെ ഷിയുവിൻ്റെ ഫ്രണ്ടിനെ കാണിച്ചുകൊണ്ടാണ്. അവളും അവളുടെ ഹസ്ബൻഡും കൂടി ചേർന്നിട്ട് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുമായിരുന്നു. അവിടെയായിട്ട് നമ്മളുടെ ഈ മിസ്റ്ററി ഗെയിമില്ലേ, അവിടുത്തെ ക്രൂ മെമ്പേഴ്സും ഉണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയുവിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഷിയുവിനെ ആലോചിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളാണെങ്കിൽ നമ്മളുടെ ആ ഗെയിമിലുള്ള ജനറലിനെ കാണാൻ വേണ്ടിയിട്ടല്ലേ ഇത്രയും പൈസയൊക്കെ മുടക്കിയിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇവളുടെ ഫ്രണ്ടാണെങ്കിൽ നമ്മളുടെ ഈ ഷിയുവിനെ വിളിച്ചിട്ട് പറയും, എടി നീ ഒരു കാര്യം അറിഞ്ഞോ, ഞാൻ അറ്റൻഡ് ചെയ്യാൻ വന്ന ഫംഗ്ഷനിലായിട്ട് ആ ഗെയിമിലുള്ള എല്ലാ ക്രൂ മെമ്പേഴ്സും ഉണ്ട്. നീ കാണാൻ ആഗ്രഹിച്ച ആ ജനറൽ ഇവിടെ വന്നിട്ടുണ്ട്. നീ വേഗം തന്നെ ഇങ്ങോട്ട് വാ. നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നേരി തന്നെ തീർക്കാമല്ലോ. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷിയു ആയിരുന്നാലും വേഗം തന്നെ അവിടോട്ട് ഓടി വരും. അവക്കായിരുന്നാലും നമ്മുടെ ജനറൽ കിമിനെ കാണണമെന്നാണല്ലോ ഭയങ്കര ആഗ്രഹം. എന്നാൽ അവിടെ വന്ന് നോക്കുന്നേ അവള് നോക്കുമ്പോൾ എന്തുവാ, അവള് വിചാരിച്ച ജനറലൊന്നും അല്ല അവിടെ ഇരിക്കുന്നത്. പകരം അവന്റെ റോള് തന്നെ പ്ലേ ചെയ്യുന്ന വേറൊരു ക്യാരക്ടറായിരുന്നു. ഇത് കാണുന്നേ നമ്മളുടെ ഷിയു ആണെങ്കിൽ അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും, നീ കണ്ണ് തുറന്ന് നോക്ക്, ഞാൻ പറഞ്ഞ ജനറൽ ഇതൊന്നും അല്ല. എന്നാൽ ഇവിടെയായിട്ട് നമ്മുടെ ഷിയുവിന് വേറൊരു കാര്യം മനസ്സിലാവും. അതായത് ഇവൻ ഇവിടെ ഇരിക്കുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം മറ്റേ ഗെയിമിനകത്ത് ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൾ വിചാരിച്ച അവളുടെ ജനറൽ തന്നെ ആയിരിക്കത്തില്ലേ. അങ്ങനെ വേഗം തന്നെ അവൾ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് അവിടോട്ട് ഓടി വരും. അവൾ ലാസ്റ്റ് കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് വരുന്നത്. എന്നാലും അവൾക്ക് നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് കിട്ടുന്നത്. ഇത്തവണ അവൾ ഒരു ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ വേഷത്തിലാണ് വന്നിരിക്കുന്നത്. ഇത്തവണത്തെ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മേയറിന് അപകടമൊന്നും പറ്റിയിട്ടില്ല. എന്നാൽ പകരമായിട്ട് ആരോ ഒരാൾ മേയറിനെ തട്ടിക്കൊണ്ട് പോയിരിക്കുക. അതിൻ്റെ കേസാണ് ഇത്തവണ തെളിയിക്കേണ്ടത്. അങ്ങനെ നമ്മളുടെ ഷിയു ആണെങ്കിൽ നേരെ നമ്മുടെ ജനറലിനെ കാണാൻ വേണ്ടിയിട്ട് വരും. അവനവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മളുടെ ഷിയു ആയിരുന്നാലും അവനെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് ഓടിപ്പോകാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ ഇതവൻ കറക്റ്റായിട്ട് കാണുകയും ചെയ്യും. നമ്മുടെ ഷിയു ആയിരുന്നാലും ഒരു കീ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തായിട്ട് വരും. യഥാർത്ഥത്തിൽ അവൾ ഇത്രയും നാളും പ്ലേ ചെയ്തുകൊണ്ടിരുന്ന ക്യാരക്ടേഴ്സും ആ സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അതിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. അങ്ങനെ നമ്മളുടെ ഷിയു വന്ന് അത് തുറന്നു നോക്കുമ്പോൾ എന്തുവാ, അതൊരു ഹോണ്ടഡ് പ്ലേസ് പോലെ കിടന്നത്. അവിടെ മൊത്തവും പ്രേതങ്ങളുണ്ട്. നമ്മളുടെ ഷിയുവിനാണെങ്കിൽ പ്രേതം എന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ്. എന്നാലും അവളാണെങ്കിൽ ആ കീ എടുക്കാൻ വേണ്ടിയിട്ട് അവളുടെ മാക്സിമം പവർ എടുത്തിട്ട് അതെടുക്കാൻ വേണ്ടിയിട്ട് ചെല്ലും. എന്നാൽ അവളെ അറ്റാക്ക് ചെയ്യാൻ കുറച്ച് പ്രേതങ്ങളൊക്കെ വരും. നമ്മളുടെ ഷിയുവിൻ്റെ കിളി പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും അവളാണെങ്കിൽ ആ കീ എടുത്തിട്ട് താഴോട്ട് ഇറങ്ങി വരാൻ നോക്കുന്നതാ. എന്നാൽ അവളവിടെ ട്രാപ്പായി പോവും. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ഇൻഫർമേഷൻ നമ്മളുടെ ഷിയുവിനെ ആരും പാസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇങ്ങനൊരു ഹോണ്ടഡ് പ്ലേസ് ഉണ്ട്, അത് ഭയങ്കര ഡേഞ്ചറാ എന്ന്. ഇവിടെയായിട്ട് കറക്റ്റായിട്ട് നമ്മളുടെ ഷിയുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരും. അത് വേറെ ആരുമല്ല, നമ്മുടെ ജനറൽ തന്നെയായിരുന്നു. ഇവനെ കാണുന്ന അവൾ നല്ലതുപോലെ ഷോക്കാവും. ഇവനായിരുന്നാലും നമ്മളുടെ ഷിയുവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗണ്ണെടുത്തിട്ട് ആ വരുന്ന പ്രേതങ്ങളെല്ലാം ഷൂട്ട് ചെയ്യും. എന്നാൽ ഇത് കാണുന്നേ ഭയങ്കര രസമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഷൂട്ട് ചെയ്യുന്ന സെക്കൻഡിൽ തന്നെ ആ പ്രേതങ്ങളെല്ലാം നല്ല പൂക്കളുടെ ഇതളുകൾ പോലെ ആയിട്ട് അവിടെ എല്ലാം നല്ലതുപോലെ റൊമാൻറ്റിക് മൊമെൻറ്റ് ക്രിയേറ്റ് ആവുന്നുണ്ടായിരുന്നു. നമ്മളുടെ ഷിയു ആയിരുന്നാലും ജനറലിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അവനായിരുന്നാലും പറയും, എനിക്കങ്ങനെ എപ്പോഴും ഇങ്ങനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്. പക്ഷേ നമ്മളുടെ ജനറലായിരുന്നാലും ഷിയു ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത് കണ്ടിട്ട് നല്ല സന്തോഷമാവുന്നുണ്ടായിരുന്നു. എന്നാൽ അവൻ അതങ്ങനെ പുറത്ത് കാണിക്കാനൊന്നും റെഡി ആവത്തില്ല. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഗെയിമിനകത്ത് നമ്മളുടെ ഷിയു ആണെങ്കിൽ ജനറലിൻ്റെ കൂടെ നടക്കുന്നതാ. അവള് കൂട്ടത്തിൽ തന്നെ നമ്മളുടെ ജനറലിൻ്റെ കയ്യിലായിട്ട് ഹാൻഡ് കഫ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്നതും ജനറൽ ഭയങ്കര ഷോക്കാവും. ഇവിടെയായിട്ട് നമ്മുടെ ഷിയു പറയും, നമുക്ക് രണ്ടുപേർക്കും കൂടി മേയറിനെ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ ഇവരാണെങ്കിൽ വേറൊരു സ്ഥലത്തായിട്ട് വരും. അവിടെ വന്നിട്ട് നമ്മളുടെ ഷിയു ആണെങ്കിൽ ജനറലിൻ്റെ കൂടെ ഭയങ്കര ക്ലോസ് ആയിട്ട് നടന്നിട്ട് അവരൊരു സീക്രട്ട് ആയിട്ടുള്ള റൂമിലായിട്ട് കയറും. അവിടെ ആയിട്ടൊരു സീക്രട്ട് പാത്തും ഉണ്ടായിരുന്നു. ഇത് നമ്മളുടെ ഷിയു കണ്ടുപിടിക്കുകയും ചെയ്യും. അവൾ പറയും, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ തന്നെ കാണുമെന്ന്. എന്തായിരുന്നാലും ഞാൻ ഭയങ്കര ബുദ്ധിമതിയാണെന്നും പറഞ്ഞിട്ട് അവൾ സ്വന്തമായിട്ടൊക്കെ പൊക്കി പറഞ്ഞിട്ട് മേയറിനെ കണ്ടുപിടിച്ച് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. മേയറിനെ അവിടെ ഒരു ചെയറിലായിട്ട് കെട്ടി വെച്ചേക്കുമായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഷിയു ആണെങ്കിൽ മേയറിനെ രക്ഷിച്ച് അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങുന്നത് നമ്മളുടെ ജനറലാണെങ്കിൽ ഷിയുവിൻ്റെ കൈ എടുത്തിട്ട് ആ ചെയറിലായിട്ട് ലോക്ക് ചെയ്തങ്ങ് വെക്കും. അതായത് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹാൻഡ് കഫ് ഇല്ലേ, ആ ഹാൻഡ് കഫ് അവൻ ഓൾറെഡി റിമൂവ് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളുടെ ഷിയുവിനെ ട്രാപ്പാക്കി വെച്ചിരിക്കുക. അവസാനം ഇവിടെ നമ്മളുടെ ജനറലും മേയറും തന്നെയാണ് ജയിക്കുന്നത്. നമ്മളുടെ ഷിയു വീണ്ടും തോറ്റുവോ. അവക്കാണ് ഇത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഗെയിമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പുറത്തോട്ട് ഇറങ്ങുന്നതാ. ഇവിടെയായിട്ട് നല്ലതുപോലെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. നമ്മളുടെ ഷിയു ആയിരുന്നാലും നമ്മളുടെ ഈ ജനറലില്ലേ, അവൻ്റെ പേര് നമുക്ക് ജനറൽ എന്ന് തന്നെ പറയാം, ഇല്ലെങ്കിൽ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി പോകും. മഴ ആയതുകൊണ്ട് തന്നെ ഇവന് കുട കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരുങ്ങുന്നത്. എന്നാൽ ഇവനാണെങ്കിൽ വലിയ മൈൻഡൊന്നും കാണിക്കത്തില്ല. അതേപോലെ തന്നെ നമ്മളുടെ ജനറലിനായിരുന്നാലും നല്ല സങ്കടം ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഇന്ന് അപകടത്തിൽ പെട്ടില്ലേ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ പ്ലേയേഴ്സിനടുത്ത് നേരത്തെ കൂട്ടി പറയേണ്ടതാണ്. എന്നാൽ ഇത്തവണ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടേ ഇല്ല. ഇതിനെപ്പറ്റി നമ്മളുടെ ജനറലാണെങ്കിൽ അവൻ്റെ ക്രൂ മെമ്പേഴ്സിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കും. ഇന്ന് ആ പെൺകുട്ടി അപകടത്തിൽ പറ്റി, എന്തുകൊണ്ടാണ് നിങ്ങൾ അവളുടെ അടുത്ത് മുന്നേ കൂട്ടി ഇങ്ങനൊരു സിറ്റുവേഷനെ പറ്റി പറയാഞ്ഞേ. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു സ്റ്റാഫ് പറയും, ഈ പെൺകുട്ടി ഏറ്റവും ലാസ്റ്റാണ് വന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ബ്രീഫ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയില്ല എന്ന്. അത്
കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഷിയു ആണെങ്കിൽ അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്നതാണ്. ഇവിടെയായിട്ട് അവളാണെങ്കിൽ നല്ലതുപോലെ റെസ്യൂമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവള് ജോലിക്ക് വേണ്ടി ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്, എന്നാൽ ഒന്നും സെറ്റ് ആവുന്നില്ല. ഇവിടെയായിട്ട് ഇവളുടെ ഫ്രണ്ട് വന്നിട്ട് പറയും, നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ ഈ കടയുടെ മുകളിലായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്, നീ ആ സ്പേസിലോട്ട് താമസം മാറ്റ്, എന്നിട്ട് നീ നിൽക്കുന്ന വീട് അങ്ങ് റെൻ്റ് ഔട്ട് ചെയ്യും, അതാവുമ്പോൾ നിനക്ക് ചിലവിനുള്ള ക്യാഷെങ്കിലും കയ്യിൽ കിട്ടുമല്ലോ. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷിയുവിന് തോന്നും അത് ശരിയായിട്ടുള്ളൊരു ഓപ്ഷനാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഷിയു ആണെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലായിട്ട് വരുന്നതാണ്. അവിടെ വന്നിട്ട് അവളൊരു ക്യാൻ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതും ആ ക്യാനകത്ത് വേറൊരുത്തനും കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയാവും. യഥാർത്ഥത്തിൽ ഇത് വേറെ ആരുമല്ല, നമ്മളുടെ ജനറൽ തന്നെയാണ്. അവളാണെങ്കിൽ ഇങ്ങനെ പിടിക്കുന്നത് പെട്ടെന്ന് തന്നെ അവളുടെ ചപ്പലാണെങ്കിൽ താഴോട്ട് തെന്നി അങ്ങ് പോവും. ഇതെടുക്കാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ വീണ്ടും നമ്മളുടെ ജനറൽ ഈ ചെരുപ്പ് എടുത്തുകൊണ്ട് വന്ന് നമ്മളുടെ ഷിയുവിൻ്റെ മുമ്പിലായിട്ട് വെച്ചു കൊടുക്കും. ഇത് ഗെയിമിലായിരുന്നാലും റിയൽ ലൈഫിലായിരുന്നാലും എപ്പോഴും ഇങ്ങനെ തന്നെ സംഭവിക്കുന്നത്. നമ്മളുടെ ഷിയു നല്ലതുപോലെ നാണം കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും എപ്പോഴും ഇത് കണക്ക് മീറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നീട് കാണിക്കുന്ന ഷിയു അവിടെ നിന്ന് ഇറങ്ങി നടക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മളുടെ ജനറലായിരുന്നാലും നടക്കുന്നുണ്ടായിരുന്നു. ജനറലിൻ്റെ പുറകിലായിട്ടാണ് നമ്മളുടെ ഷിയു നടന്നു വരുന്നത്. ഈ നടത്തം കണ്ടാൽ നമ്മൾ വിചാരിക്കും അവൾ അവനെ ഫോളോ ചെയ്യുക എന്ന്. അവസാനം ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിലെത്തുന്നതും നമ്മളുടെ ഈ ജനറലാണെങ്കിൽ തിരിഞ്ഞു നിന്നിട്ട് അവളുടെ അടുത്ത് ചോദിക്കും, നീ എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നതെന്ന്. ഉടനെ അവൾ പറയും, ഞാൻ നിന്നെ ഫോളോ ചെയ്തെന്നോ. സത്യം പറഞ്ഞാൽ അവിടെയായിട്ട് തന്നെയാണ് നമ്മളുടെ ഷിയുവും താമസിക്കുന്നത്. നമ്മുടെ ജനറലും അതേ അപ്പാർട്ട്മെൻറ്റിൽ തന്നെയായിട്ടാണ് വീട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവൻ്റെ ആ കോൺട്രാക്ടർ വന്നിട്ട് അവൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷിയുവിന് മനസ്സിലാവും അവൻ ഇവിടെ അപ്പാർട്ട്മെൻറ്റ് നോക്കിക്കൊണ്ടിരിക്കുക എന്ന്. പെട്ടെന്ന് തന്നെ അവൾ മുകളിൽ പോയിട്ട് ഒരു പേപ്പറിനകത്ത് ഒരു സംഭവം എഴുതി താഴെ കൊണ്ടുവന്ന് ഒട്ടിച്ചു വെക്കും. ഇത് കാണുന്നത് നമ്മളുടെ ജനറലിൽ ഒന്ന് ഷോക്കായിട്ടുണ്ടായിരുന്നു. അവൾ എന്താ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡീലേഴ്സുമായിട്ട് ഒരിക്കലും ഞാൻ ഡീല് വെക്കില്ല, ആർക്കെങ്കിലും എൻ്റെ വീട് റെൻ്റ് ഔട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്നോട് തന്നെ സംസാരിക്കണം എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജനറലായിരുന്നാലും ഭയങ്കര ഷോക്കായിട്ടുണ്ടായിരുന്നു. അവൻ അത് കഴിഞ്ഞിട്ട് ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇരുന്ന് ആലോചിക്കും, എന്തൊക്കെയായിരുന്നാലും എനിക്ക് ആ വില്ലയിൽ തന്നെ വീട് വേണം, ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എനിക്ക് ഡയറക്റ്റ് പോയി അവളുടെ അടുത്ത് ചോദിക്കാൻ വയ്യ, എനിക്ക് നാണക്കേടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ഇരിക്കുന്നതും അവിടെയായിട്ട് നമ്മളുടെ ആ ഗെയിമിൻ്റെ ഓണറില്ലേ അയാൾ വന്നിട്ട് നമ്മളുടെ ഈ ജനറലിൻ്റെ അടുത്ത് പറയും, സത്യം പറഞ്ഞാൽ ഞാൻ നിൻ്റെ അടുത്ത് ഒരുപാട് കടപ്പെട്ടവനാ, നിനക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ അതെല്ലാം ചെയ്തുതരാൻ റെഡിയായെന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ജനറൽ പറയും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ എനിക്കിപ്പോൾ ഹെൽപ്പ് ചെയ്തേ പറ്റൂ, ഇന്ന് തന്നെ ചെയ്തു തരണം. അങ്ങനെ നമ്മളുടെ ആ ഗെയിമിൻ്റെ ഓണറാണെങ്കിൽ ഷിയോനെ കാണാൻ വേണ്ടിയിട്ട് വരും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാണ് ആ വീട് റെൻ്റ് ഔട്ട് എടുക്കുന്നത്, അവൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ നമ്മളുടെ ആ ഗെയിമിൻ്റെ ഓണറില്ലേ അവനാണെങ്കിൽ ഹെഡ്സെറ്റ് വഴി നമ്മളുടെ ജനറലുമായിട്ടും സംസാരിക്കുന്നുണ്ടായിരുന്നു. അവനിതെല്ലാം കേൾക്കുന്നുണ്ട്. നമ്മളുടെ ഷിയു ആയിരുന്നാലും പറയും, ഇവിടെയാണെങ്കിൽ 2 റൂമാണ് ഉള്ളത്, മുകളിലത്തെ റൂമാണ് ഞാൻ റെൻറ്റിന് കൊടുക്കുന്നത് എന്ന്. എന്നാൽ ഇവൻ്റെ സംസാരമൊക്കെ കേൾക്കുന്നത് നമ്മളുടെ ഷിയുവിന് എന്തോ ഒരു നെഗറ്റീവ് അടിക്കും. അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് തിരിച്ചു വന്നിട്ട് പറയും, എനിക്ക് ആണുങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമില്ല, കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണും ആണും കൂടി ഒരു വീട്ടിൽ താമസിച്ചാൽ ബാക്കിയുള്ളവർ എന്തെങ്കിലുമൊക്കെ പറയത്തില്ലേ. എന്നാൽ ഇത് കേൾക്കുന്നത് നമ്മളുടെ ജനറലിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ പറയും, അങ്ങനെയൊന്നുമില്ല, നീ അക്കാര്യത്തിൽ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വീട് മൊത്തത്തിൽ റെൻ്റ് ഔട്ട് എടുത്തോളാം, എന്തായിരുന്നാലും നിനക്ക് മാസം 20,000 രൂപ വെച്ചിട്ട് തരാം, ആദ്യമേ തന്നെ 3 മാസത്തെ റെൻ്റ് ആണെങ്കിൽ അഡ്വാൻസ് ആയിട്ടും തരാം. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷിയു ഭയങ്കരമായിട്ട് ഷോക്കായിട്ടുണ്ടായിരുന്നു. അവളിപ്പോൾ ജോലി ഇല്ലാണ്ട് നിൽക്കുകയില്ലേ, അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു എമൗണ്ട് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ സംബന്ധിച്ച് സ്വർഗ്ഗമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ അവസാനം നമ്മളുടെ ഷിയു ആണെങ്കിൽ ആ വീട് റെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാവും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ഷിയു ആയിരുന്നാലും അവളുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവളുടെ ഫ്രണ്ടിൻ്റെ കടയുടെ ആ മുകൾ ഭാഗമില്ലേ അവിടോട്ട് ഷിഫ്റ്റ് ആവുന്നതാണ്. അവൾ വിചാരിക്കും 3 മാസത്തെ കാര്യം തന്നെയല്ലേ, 3 മാസം കൊണ്ട് എനിക്ക് വേറെ നല്ല ജോലി സെറ്റ് ആവുകയും ചെയ്യും, എൻ്റെ വീട്ടിലോട്ട് എനിക്ക് മാറുകയും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. അതേസമയം തന്നെ നമ്മളുടെ ജനറലിനെ കാണിക്കും. അവനായിരുന്നാലും അവൻ്റെ ആ വലിയ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്ത് ഈ കുഞ്ഞ് അപ്പാർട്ട്മെൻറ്റിലായിട്ട് വരുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇവനാണെങ്കിൽ ഇങ്ങനെ കൂടെ എന്തോ ഒരു നൈറ്റ് മെയറും ഒക്കെ വരുന്നുണ്ട്. ഇവന് മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാനൊന്നും പറ്റത്തില്ല. അപ്പം നമുക്ക് പണ്ടത്തെ കുറച്ച് സീനൊക്കെ കാണിക്കും, നമുക്ക് എന്താണെന്നൊന്നും മനസ്സിലാവത്തില്ല. ഇപ്പം നമ്മുടെ ജനറലായിരുന്നാലും അവളുടെ വീട്ടിലായിട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ടല്ലോ, അവനാണെങ്കിൽ ഇങ്ങനെ നടന്നു പോകാൻ നേരത്തെ അവൻ്റെ കാല് അവിടെ കട്ടിലുള്ളൊരു മൂലയിലായിട്ട് ഇടിക്കും. സത്യം പറഞ്ഞാൽ അവൻ കണ്ട് ഷോക്കായിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഈ ഷിയു ആണെങ്കിൽ ഓരോ കോർണറിലായിട്ട് കാലിടിക്കാതിരിക്കാനും കൈ ഇടിക്കാതിരിക്കാനൊക്കെ ആയിട്ട് ഓരോരോ പാച്ചസ് ഒക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്ന അവൻ വിചാരിക്കും അവൾ എന്തോ തോട്ട്ഫുൾ ആണ് എന്ന്. എന്നാൽ പെട്ടെന്ന് തന്നെ അവൻ തല പൊക്കുന്നതും അവൻ്റെ തല വന്നിട്ട് അവൻ്റെ ആ റൂമിലെ ഒരു ഭിത്തിയിലായിട്ട് ഇടിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവന് നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവനത് ശ്രദ്ധിച്ചിട്ടുമില്ല. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മളുടെ ഷിയു വരും. ഇന്ന് അവൾക്ക് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകണമായിരുന്നു. അവളാണെങ്കിൽ അവളുടെ ID കാർഡൊക്കെ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. അവൾ നേരെ അവളുടെ അപ്പാർട്ട്മെന്റിലായിട്ടാണ് വരുന്നത്. എന്നിട്ട് അവൾ ഡോറിലായിട്ട് മുട്ടിയിട്ട് പറയും, എൻ്റെ ID കാർഡും വാളറ്റും എല്ലാം അവിടെ ടേബിളിൻ്റെ മുകളിലായിട്ടിരിക്കുക, എനിക്ക്
അതൊന്ന് എടുത്തു തരുമോ എന്ന്. സത്യം പറഞ്ഞാൽ നമ്മളുടെ ജനറലാണെങ്കിൽ നല്ലതുപോലെ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അവൻ സത്യത്തിൽ നമ്മളുടെ ഷിയു അറിയാണ്ടല്ലേ ഇപ്പം അവളുടെ വീട്ടിൽ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവനാണെങ്കിൽ അവിടെ കിടന്ന് വെപ്രാളം പിടിച്ച് ഓടാനായിട്ട് തുടങ്ങും. എന്നിട്ട് അവൻ ഇവൾക്ക് മെസ്സേജ് അയച്ചിട്ട് പറയും, എനിക്ക് നല്ല സുഖമില്ല, എനിക്ക് അലർജിയാണ്, തൊണ്ടവേദനയാണ്, സംസാരിക്കാൻ പറ്റത്തില്ല എന്ന്. സത്യം പറഞ്ഞാൽ അവന് സൗണ്ട് എടുത്ത് ഒരു വാക്ക് പോലും പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ജനറലാണെങ്കിൽ വാതിലൊന്നും നല്ലതുപോലെ തുറക്കാണ്ട് കുറച്ച് തുറന്നിട്ട് നമ്മളുടെ ഷിയുവിന് ആ ഒരു ID കാർഡും വോളറ്റും ഒക്കെ എടുത്തങ്ങ് കൊടുക്കും. ഇത് കാണുന്നേ ഷിയുവിനൊന്നും മനസ്സിലാവത്തില്ല. അവൾ വേഗം തന്നെ താഴെ പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇവൻ്റെ അലർജിക്കുള്ള കുറച്ച് മരുന്നൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ആ ഡോറിലായിട്ട് ഹാങ് ചെയ്തിട്ടിട്ട് പോകും. ഇത് കാണുന്നേ നമ്മളുടെ ജനറലായിരുന്നാലും നല്ലതുപോലെ ഷോക്കായിട്ടുണ്ടായിരുന്നു. അവൾ എന്താ ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് കാണിക്കുന്നേ എന്ന് ആലോചിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഷിയു നേരെ അവൾ താമസിക്കുന്ന ആ ഒരു കോഫി ഷോപ്പിൻ്റെ മുകൾ വശമില്ലേ അവിടെയായിട്ട് വരുന്നതാണ്. എന്നിട്ട് അവൾ താഴോട്ട് ഇറങ്ങുമ്പോൾ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇവൾ ഗെയിം കളിക്കുന്ന ആ ഒരു കഫേയും ഉള്ളത്. അവിടെ നോക്കുമ്പോൾ ഇവളുടെ വീട് റെൻ്റ് ഔട്ട് എടുത്ത് ആ ഗോങ് എന്ന് പറയുന്നവനുണ്ടല്ലോ അവനാണെങ്കിൽ ഒരു കിടിലം കാറിനകത്ത് വന്നിറങ്ങുന്നു. ഇത് കാണുന്നേ നമ്മളുടെ ഷിയു വിചാരിക്കും, ഇവനല്ലേ എൻ്റെ അടുത്ത് ഇവൻ അലർജിയാണെന്നൊക്കെ പറഞ്ഞത്, എന്നിട്ട് ഇവനെ കണ്ടിട്ട് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഷിയുവിനാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഡൗട്ടൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അവൾ അങ്ങനെ നേരെ ആ മിസ്റ്ററി ഗെയിം കളിക്കുന്ന സ്ഥലത്തായിട്ട് വരും. അവിടെ വന്ന് നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം ജനറലായിട്ട് അഭിനയിക്കുന്ന വേറൊരു ക്യാരക്ടറാണ്. ഇവനെ കാണുന്നേ നമ്മളുടെ ഷിയുവിന് കുറച്ചും കൂടി ഡൗട്ട് അടിക്കും. അവൾ വേഗം തന്നെ വൈകുന്നേരം ആവുന്നതും നമ്മളുടെ ഈ ഷിയുവിൻ്റെ ആ അപ്പാർട്ട്മെൻറ്റില്ലേ അവിടെയായിട്ട് വന്ന് നോക്കും. സത്യം പറഞ്ഞാൽ അവിടെയായിട്ട് നമ്മളുടെ ഈ ജനറൽ നടന്നു പോകുന്നത് കാണും. അവ മുകളിലോട്ട് കയറി പോകുന്നതും മുകളിലത്തെ ലൈറ്റ് വീഴുന്നതും എല്ലാം കറക്റ്റ് ടൈമിങ്ങിലാണ്. ഇത് കാണുന്നേ നമ്മളുടെ ഷിയുവിന് മനസ്സിലാവും, ആഹാ അപ്പോൾ നീ തന്നെയാണല്ലേ എൻ്റെ വീട് റെൻ്റ് ഔട്ട് എടുത്തത്, എന്നെ പറ്റിക്കാൻ നോക്കുമായിരുന്നല്ലേ. ഇപ്പം നമ്മളുടെ ഷിയുവിനാണെങ്കിൽ ചെറിയൊരു കാര്യം ഓർമ്മ വരും. അവൾ ഇമാജിൻ ചെയ്യുന്നതാണ്, അതായത് നമ്മളുടെ ആ ഗെയിമിനകത്ത് കയറിയിട്ട് നമ്മളുടെ ജനറലാണെങ്കിൽ ഇവളുടെ കൈയൊക്കെ കെട്ടി വെച്ചിട്ട് ഇവളുടെ കൈ വെച്ചിട്ട് തന്നെ ആ ഒരു പേപ്പറിലായിട്ട് സൈൻ ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് അവൻ പറയും, നീ എപ്പോഴും ഫോക്സ് തന്നെയാണ്, പക്ഷെ ഫോക്സിന് ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ല എന്ന്. അപ്പോൾ നമ്മളുടെ ഷിയു വിചാരിക്കും, എന്തൊക്കെയായിരുന്നാലും നിന്നെ ഞാൻ കൈയോടെ പിടിച്ചിട്ടേ അടങ്ങത്തുള്ളൂ എന്ന്. അങ്ങനെ നമ്മളുടെ ഷിയു അടുത്ത ദിവസം തന്നെ കുറച്ച് മെത്തയൊക്കെ ആയിട്ട് അവളുടെ അപ്പാർട്ട്മെൻറ്റിലായിട്ട് വരും. സത്യം പറഞ്ഞാൽ നമ്മളുടെ ജനറലാണെങ്കിൽ ഇവളെ കാണുന്നത് ആ സെക്കൻഡിൽ തന്നെ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. എന്നാൽ അവൻ്റെ ചെരുപ്പാണെങ്കിൽ പുറത്തായിട്ട് സ്ലിപ്പായി പോവും. നമ്മളുടെ ഷിയു ആയിരുന്നാലും പുറത്ത് വന്നിട്ട് വിളിച്ചു കൂവാൻ തുടങ്ങും, നിങ്ങളകത്തുണ്ടോ, എനിക്ക് എന്തായിരുന്നാലും അകത്തോട്ട് കയറിയേ പറ്റത്തുള്ളൂ, അവിടെ കിടക്കുന്ന മെത്തയെല്ലാം പഴയതായി പോയി, അതുകൊണ്ട് ഞാൻ പുതിയ മെത്തയ്ക്ക് ഓർഡർ ചെയ്തിരിക്കുമായിരുന്നു. നമ്മളുടെ ജനറലാണെങ്കിൽ അവിടെ കിടന്ന് വെപ്രാളം പിടിക്കുമായിരുന്നു. അവൻ വേഗം തന്നെ അവൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറയും, വേഗം തന്നെ നീ ഇങ്ങോട്ട് വന്നേ പറ്റത്തുള്ളൂ എന്ന്. അവസാനം നമ്മളുടെ ഷിയു ആയിരുന്നാലും കുറേ നേരം പുറത്ത് കാത്തു നിന്നുകൊണ്ട് അവൾ താഴോട്ട് ഇറങ്ങിപ്പോവും. എന്നിട്ട് അവൾ അവിടെ ഒളിച്ചു നിൽക്കും. ഇവിടെയായിട്ട് അവൾ കാണും, അതായത് നമ്മളുടെ ആ മിസ്റ്ററി ഗെയിമിൻ്റെ ഓണറില്ലേ അവൻ പാത്തും പതുങ്ങിയും ആ അപ്പാർട്ട്മെൻറ്റിലായിട്ട് കയറി പോകുന്നത്. എന്നാൽ അവനാണെങ്കിൽ ചെന്ന് കയറുന്ന അപ്പാർട്ട്മെൻറ്റ് വേറെ ഒരു വീട്ടിലായിട്ടായിരുന്നു. അവിടെ ചെന്ന് കയറുന്നതും അവൻ പറയും, നിന്നെ ഞാൻ ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ എന്ന്. അവിടെയായിട്ട് നമ്മളുടെ ജനറൽ പറയും, നീ പോയി കയറിയത് വേറൊരു അപ്പാർട്ട്മെൻറ്റിലാണ് എന്ന്. അങ്ങനെ നമ്മളുടെ ഈ ഗെയിമിൻ്റെ ഓണറില്ലേ അവനാണെങ്കിൽ ബാൽക്കണി വഴിയാണ് അവസാനം നമ്മളുടെ ഷിയുവിൻ്റെ ആ അപ്പാർട്ട്മെൻറ്റിലായിട്ട് വന്ന് കയറുന്നത്. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അവൾ വരുന്ന വഴിക്ക് തന്നെ പുറത്ത് കിടക്കുന്ന ആ ഒരു ചെരുപ്പ് എടുത്തുകൊണ്ട് വന്ന് അകത്തായിട്ട് ഇടും. എന്നിട്ട് അവൾ വീടിൻ്റെ അകം മൊത്തം അരിച്ചു പറക്കും. ഇവിടെയായിട്ട് നമ്മളുടെ ജനറലാണെങ്കിൽ ഒരു കബോർഡിനകത്ത് കയറി ഒളിച്ചിരിക്കുമായിരുന്നു. എന്നാൽ അവൾ ആ കബോർഡ് ചെക്ക് ചെയ്യത്തൊന്നുമില്ല, ബാക്കി എല്ലാ സ്ഥലവും ചെക്ക് ചെയ്യും. എന്നിട്ട് അവൾ അവിടെ നിന്നങ്ങ് പോവും. ഇവിടെയായിട്ട് നമ്മളുടെ ആ ഗെയിമിൻ്റെ ഓണർ പറയും, എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടടാ, നിന്നെ അവൾ കണ്ടുപിടിച്ചില്ല. ഇവിടെയായിട്ട് നമ്മളുടെ ജനറലാണെങ്കിൽ താഴോട്ട് ഇറങ്ങി വരുന്നതും കാണും. അവളാണെങ്കിൽ പുറത്ത് കിടന്ന ആ ഒരു ചെരുപ്പിനെ എടുത്ത് അകത്തോട്ട് വെച്ചിട്ടുണ്ട് എന്ന്. അവിടെയായിട്ട് നമ്മളുടെ ജനറൽ പറയും, എന്തായിരുന്നാലും നീ വിചാരിക്കുന്ന പോലെയല്ല, അവൾ നമ്മളുടെ കള്ളത്തരം എല്ലാം കണ്ടുപിടിച്ചു, അവൾ ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ളൊരു പെണ്ണാണ് എന്ന്. എന്നിട്ട് നമ്മളുടെ ജനറലാണെങ്കിൽ അവിടെ ഇരിക്കുന്ന നമ്മളുടെ ഷിയുവിൻ്റെ ഫോട്ടോ നോക്കിയിരുന്ന് ചിരിക്കാൻ തുടങ്ങും. പിന്നീട് കാണിക്കുന്ന ഷിയു ആണെങ്കിൽ അവളുടെ പേരൻസിനെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലായിട്ട് വരുന്നതാണ്. ഇവിടെയാണെങ്കിൽ അവളുടെ പേരൻസിന് യാതൊരുവിധ ഐഡിയയും ഇല്ല നമ്മളുടെ ഷിയു ഇപ്പോൾ ജോലി റിസൈൻ ചെയ്തിട്ട് നിൽക്കുക എന്ന്. അവരതുകൊണ്ട് തന്നെ ഷിയുവിനാണെങ്കിൽ 2 വൈൻ്റെ കുപ്പി എടുത്തു കൊടുക്കും. എന്നിട്ട് പറയും, ഇത് നീ നിൻ്റെ ബോസിന് കൊണ്ടുപോയി കൊടുക്കണോ എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു ആണെങ്കിൽ അവളുടെ പേരൻസിൻ്റെ കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അവൾക്കൊരു ഇൻ്റർവ്യൂ കോളിന് വരും. ഷൂലിംഗ് എന്ന് പറയുന്ന ഒരു വലിയ കമ്പനിയിൽ നിന്ന് അവൾക്കിപ്പോൾ കോള് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഷിയു ആണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവൾ വേഗം തന്നെ നമ്മളുടെ ആ ഗെയിമിൻ്റെ ഓണറില്ലേ അവനെ വിളിച്ചിട്ട് പറയും, എനിക്ക് നാളൊരു ഇൻ്റർവ്യൂ ഉണ്ട്, എൻ്റെ വലിയൊരു ബോക്സ് അവിടെ ഇരിപ്പുണ്ട്, അതൊന്ന് എടുത്ത് വെച്ചേക്കാൻ ആ ജനറലിൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞിരിക്കണോ എന്ന്. അങ്ങനെ നമ്മളുടെ ഷിയു ആണെങ്കിൽ അതിരാവിലെ തന്നെ അവളുടെ ആ ബോക്സ് എടുക്കാൻ വേണ്ടിയിട്ട് വരും. നമ്മളുടെ ജനറലായിരുന്നാലും അതെല്ലാം പൊടി തട്ടിയിട്ട് അതിനെ അവിടെ ടേബിളിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ ഷിയു ആണെങ്കിൽ അതെടുക്കാൻ വേണ്ടിയിട്ട് ആ
അപ്പാർട്ട്മെൻറ്റിലായിട്ട് വരും. നമ്മളുടെ ഷിയു ആണെങ്കിൽ ഇപ്പോൾ വലിയൊരു ലൈബ്രറിയിലായിട്ട് വന്നിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അവളുടെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ അവൾ ആ പോകുന്ന വഴിയിൽ വെച്ചിട്ട് വലിയൊരു ബിൽഡിങ് കാണും. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഷിയുവിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് വെച്ചാൽ വലിയൊരു ആർക്കിടെക്റ്റ് ആവുക എന്നുള്ളതല്ലേ. അവളാണെങ്കിൽ ആ ഒരു ഡ്രീം തന്നെ വേണ്ടാന്ന് വെച്ചത് അവളുടെ അച്ഛന് സുഖമില്ലാതായതിൻ്റെ പേരിലാണ്. അവൾ ആ ബിൽഡിങ് കണ്ടിട്ട് അതെല്ലാം ആലോചിക്കും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ഷിയു ആണെങ്കിൽ നേരെ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാ. അവൾ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. എന്നാൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ പാനലിലുള്ള ആൾക്കാർ പറയും, ഇവിടെ ഞങ്ങൾ നിന്നെ ഹയർ ചെയ്യുന്നത് ആർക്കിടെക്റ്റ് ആയിട്ടൊന്നും അല്ല, പകരം ഞങ്ങളുടെ മാനേജറിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടാണ് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷിയുവിന് നല്ല സങ്കടമാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഇത്ര കഷ്ടപ്പെട്ട് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നത് തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. അവൾ പറയും, എനിക്കതിന് താല്പര്യമില്ല, നിങ്ങൾ ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞിട്ടല്ലേ ഇന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചത്. എന്നാൽ ഇവിടെയായിട്ട് അവർ പറയുന്നത് തന്നെ 3 വർഷമായിട്ട് നീ ഒരു GMൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നില്ലേ, അങ്ങനെ ഇരിക്കുന്ന നിന്നെ ഞങ്ങൾ എന്തിനാ ആർക്കിടെക്റ്റ് ആയിട്ട് അസൈൻ ചെയ്യുന്നത്? നിനക്ക് ഏറ്റവും പറ്റിയ ജോലി എന്ന് വെച്ചാൽ അത് തന്നെയല്ലേ, നല്ല സാലറിയും ഉണ്ട്. എന്നാൽ നമ്മളുടെ ഷിയു നല്ല വിഷമത്തിലായിരുന്നു. അവൾ അങ്ങനെ ആ ഒരു ഓഫറിനെ നല്ലതുപോലെ റിജക്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങും. അവൾ നേരെ വന്ന് കയറുന്നത് ഒരു ലിഫ്റ്റിലായിട്ടാണ്. അവിടെയായിട്ട് നമ്മളുടെ ഈ ഷൂലിംഗ് എന്ന് പറഞ്ഞ കമ്പനിയുടെ മെയിനായിട്ടുള്ള CEO തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവനെ അവൾ ശ്രദ്ധിക്കത്തൊന്നുമില്ല. അവൾക്ക് വേണ്ടിയിട്ട് ലിഫ്റ്റിൻ്റെ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുന്നതും അവനാണ്. എന്നാൽ അവളാണെങ്കിൽ ഇവൻ്റെ ഫേസ് ഒന്നും ശ്രദ്ധിക്കത്തില്ല. എന്നാൽ അവൻ അവളുടെ റെസ്യൂമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ജനറലിനെയാണ്. സത്യം പറഞ്ഞാൽ അവനും ഒരു ആർക്കിടെക്റ്റ് ആണ് കേട്ടോ. അവനാണെങ്കിൽ ഇവളുടെ ഒരു ബോക്സൊക്കെ എടുത്ത് താഴെ വെക്കുന്ന സമയത്ത് അവൻ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവളുടെ ബുക്കും അവൾ വരച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവൻ നല്ലതുപോലെ ഷോക്കാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഇവളുടെ ഫീൽഡ് ഒരേ കാര്യം തന്നെയായിരുന്നു. ഇവൻ അതൊക്കെ കണ്ടിട്ട് സർപ്രൈസ്ഡ് ആയിട്ട് നോക്കി നിൽക്കും. അതേപോലെ തന്നെ നമ്മളുടെ ഈ ജനറലാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു കുഞ്ഞ് അപ്പാർട്ട്മെൻറ്റിലായിട്ട് സ്ഥലം മാറിയതിൻ്റെ റീസൺ തന്നെ അവന് കുറച്ച് ഇൻസ്പിറേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവൻ അവിടെ നടന്നിട്ട് നല്ലതുപോലെ പടങ്ങളൊക്കെ വരയ്ക്കും. അങ്ങനെ ഒരു ദിവസം അവൻ ഇങ്ങനെ നടന്ന് പടം വരച്ചുകൊണ്ടിരിക്കുന്നതും അവിടെയുള്ളൊരു അയൽക്കാരൻ വന്നിട്ട് ഇവനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. പിന്നെ ഞങ്ങൾ ഇതുവരെ എവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ, നീ ആരാ, നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ ഈ ടാബും കൊണ്ട് നടക്കുന്നത്, നീ ആൾക്കാരുടെയൊക്കെ പടം എടുക്കുവാണോ എന്നും പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് നല്ലതുപോലെ റേസ് ആവാൻ തുടങ്ങും. കറക്റ്റ് സമയം തന്നെ അവിടെയായിട്ട് നമ്മളുടെ ഷിയു എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവൾ വന്നിട്ട് അവിടെ നിൽക്കുന്ന അയൽക്കാരൻ്റെ അടുത്ത് ചോദിക്കും, എൻ്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്ന ആളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിങ്ങളാരാ, നിങ്ങൾ എന്തിനാ ഇതിനകത്തൊക്കെ തലയിടുന്നത്, അവൻ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അതിന് നിങ്ങളെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, നിങ്ങളെ അത് ബാധിക്കുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ നമ്മളുടെ ഷിയുവിനായിരുന്നാലും നമ്മളുടെ ഈ ജനറൽ എന്താ ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല. എങ്കിലും അവൾ അവനെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കും. ഇവിടെയായിട്ട് അവൾ പറയും, നിങ്ങൾ എന്താ വരയ്ക്കുന്നതെന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു ആയിരുന്നാലും ഇവൻ്റെ ടാബിൽ ഇവൻ വരച്ചിരിക്കുന്ന കണ്ട് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ആ ഒരു ഏരിയനെയാണ് അവൻ വരച്ചു വെച്ചിരിക്കുന്നത്. ഇത് കാണുന്ന ഷിയു നല്ലതുപോലെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും പോയി കഴിയുന്നത് നമ്മളുടെ ജനറലായിരുന്നാലും ഷിയുവിൻ്റെ അടുത്ത് ഒഫീഷ്യലി താങ്ക് യു പറയും. സത്യം പറഞ്ഞാൽ ഇവർ ഗെയിമിന് പുറത്തായിട്ട് ഇതാദ്യമായിട്ടായിരിക്കും മര്യാദയ്ക്കൊന്ന് സംസാരിക്കുന്നത്. അങ്ങനെ നമ്മളുടെ ഷിയുവും ഈ ജനറലിനും കൂടി പുറത്തായിട്ട് വന്നിരിക്കും. നമ്മുടെ ജനറലായിരുന്നാലും ഷിയുവിന് ഒരു വെള്ളമൊക്കെ വാങ്ങിച്ചുകൊണ്ടൊന്ന് കൊടുക്കും. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഷിയു ഇപ്പോൾ അടി കൂടാനുള്ളൊരു മൈൻഡിലായിരുന്നില്ല. കാര്യം ഷൂലിംഗ് എന്ന് പറഞ്ഞ കമ്പനിയിലെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പൊട്ടിയിട്ട് വന്നിരിക്കുകയല്ലേ. ഇവിടെയായിട്ട് നമ്മളുടെ ജനറലായിരുന്നാലും പറയും, നീ നല്ലൊരു ആർക്കിടെക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണല്ലേ ട്രൈ ചെയ്യുന്നത്, എനിക്ക് നല്ലതുപോലെ അറിയാം, നീ നല്ലൊരാളായിട്ട് മാറുമെന്ന്. എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷിയു ആണെങ്കിൽ പറയും, നീ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുവാന്നോ? ഉടനെ തന്നെ നമ്മളുടെ ഈ ജനറൽ പറയും, അല്ല, ഞാൻ നിന്റെ വർക്കെല്ലാം കണ്ടായിരുന്നു, അതെല്ലാം ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എനിക്ക് നല്ലതുപോലെ അതെല്ലാം ഇഷ്ടപ്പെട്ടു. അല്ല, നിന്റെ ഇന്നത്തെ ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ നമ്മളുടെ ഷിയു പറയും, ഞാനിന്ന് ഷൂലിംഗ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഇൻ്റർവ്യൂവിന് പോയത്. എന്നാൽ അവരെനിക്ക് വീണ്ടും GMൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് തരാമെന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ ഡ്രീമിനെ തന്നെയാണ് ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അത് ഞാൻ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ഈ ജനറലായിരുന്നാലും നല്ലതുപോലെ ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ ജനറൽ പറയും, നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിൻ്റെ അടുത്ത് പറയാണ്ട് നിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചേന്, എന്തായിരുന്നാലും നീ പുതിയൊരു കോൺട്രാക്റ്റ് എഴുതി തരാം, ഞാൻ അതിൽ സൈൻ ചെയ്ത് തരാമെന്നൊക്കെ പറയും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഷിയു ആണെങ്കിൽ അവളുടെ അടുത്ത ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈബ്രറി നിൽക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവളുടെ പേരൻസ് വിളിച്ചിട്ട് പറയും, മോളെ നിനക്കാണെങ്കിൽ ഞങ്ങൾ 2 വൈൻ്റെ കുപ്പി തന്നിരുന്നില്ലേ നിൻ്റെ മാനേജറിന് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, നീ എന്താ അത് എടുക്കാതെ പോയത്? ഞങ്ങളിതാ നിൻ്റെ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുക ആ കുപ്പിയുമായിട്ട്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷിയു ഭയങ്കരമായിട്ട് ഷോക്കായിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ അവൾ ഓടിപ്പിടച്ച് അവളുടെ അപ്പാർട്ട്മെൻറ്റിലായിട്ട് വരുന്ന വഴിക്കാണെങ്കിൽ അവൾ ആ ഗെയിമിൻ്റെ ഓണറില്ലേ അവനെ വിളിക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവളും നമ്മളുടെ ജനറലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ കൈമാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾക്കാണെങ്കിൽ അവനെ വിളിക്കാനും പറ്റത്തില്ല. ഇവളങ്ങനെ എല്ലാവരെയും വിളിച്ചു നോക്കും, എന്നാൽ ഇവനെ മാത്രം കണക്റ്റ് ആവത്തില്ല. അങ്ങനെ അവൾ വീട്ടിൽ വരുന്നതും കറക്റ്റ് അവളുടെ അച്ഛനും അമ്മയും അവിടെ വന്ന് നിൽക്കുക.
നമ്മളുടെ ഷിയു ആയിരുന്നാലും നല്ലതുപോലെ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അവളാണെങ്കിൽ വീട്ടിൻ്റെ വാതൊക്കെ വന്ന് നിന്നിട്ട് പറയും, അയ്യോ ഞാൻ എൻ്റെ കീ മറന്നുപോയി എന്ന്. ഉടനെ തന്നെ അവളുടെ പേരൻസ് പറയും, ഞങ്ങളുടെ കയ്യിൽ കീ ഉണ്ടല്ലോ, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? സത്യം പറഞ്ഞാൽ നമ്മളുടെ ഷിയു നല്ല ടെൻഷനിലായിരുന്നു. അവളവിടെ വിളിച്ചു പോകും, ഞാൻ വീട്ടിലോട്ട് കയറുവാണേ എന്നും പറഞ്ഞിട്ട്. ഇവിടെ നമ്മളുടെ ജനറൽ ആ വീടിനകത്തുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയത്തില്ല. നമ്മളുടെ ഷിയു ആയിരുന്നാലും പേടിച്ച് ആ വീട്ടിലായിട്ട് കയറും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.